നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. നമ്മളെ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടീനിയത്തിൻ്റെ നല്ല നടപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടീനിയത്തിന് ഒരു 10 ദിവസമെങ്കിലും ഒരു പ്രത്യേക ട്രീറ്റ് വളങ്ങളായിട്ടല്ല മണ്ണിനെ പരിപോഷിപ്പിക്കാനുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അടീനിയത്തിന് ജൈവവളങ്ങൾ തീരെ ഉപയോഗിക്കരുത്, കേടുകൂടാൻ സാധ്യത വളരെ കൂടുതലാണ്, അടീനിയത്തിന് ഏറ്റവും നല്ലത് രാസവളങ്ങളാണ്, അത് മാർക്കറ്റിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കമൻറ്റ്. വളരെ കൃത്യമായ ഉത്തരമാണ് കേട്ടോ. അടീനിയത്തിന് ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് രാസവളങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, നമുക്ക് രണ്ട് രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ, ചെടി വളർത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അടീനിയം വേറെ വളങ്ങളൊന്നും കൊടുക്കാത്ത വീട്ടിലുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധിക്കാൻ പറ്റില്ല രാസവളങ്ങൾ കൊടുക്കണമെന്ന്. എന്നാൽ നിങ്ങളിഷ്ടം പോലെ നമുക്ക് ഏത് വളങ്ങളും മാറ്റി മാറ്റി കൊടുക്കാം. രാസവളം മാത്രം കൊടുക്കാം, ജൈവവളം രാസവളവും കൂട്ടിച്ചേർത്തും കൊടുക്കാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മണ്ണിനെ പരിപോഷിപ്പിക്കാൻ, മണ്ണിനെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചെടിയെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള വൺ ടൈം ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോൾ ചെടിക്കൊരു ഉണർവും ഉഷാറും, ചെടിക്ക് വളങ്ങളെ വലിച്ചെടുക്കാൻ ബാക്ടീരിയകളുടെ സഹായത്താൽ ഉള്ളൊരു കഴിവും കിട്ടും. പിന്നെ നിങ്ങൾ ചെറിയ തോതിൽ ജൈവവളം കൊടുക്കുകയും തുടർന്ന് ഇടവിട്ട് രാസവളം കടക്കിലോ സ്പ്രേ ചെയ്യുകയോ ചെയ്താൽ ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, അത് സാധാരണ ചെടികൾക്കുള്ള ചെടി വളം വലിച്ചെടുക്കുന്ന രീതിയും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജൈവവളം മാത്രം കൊടുക്കാം, രാസവളം മാത്രം കൊടുക്കാം, ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ കൃത്യമായൊരു ഉത്തരം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ജൈവവളം മാത്രം അടീനിയത്തിന് കൊടുക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അതാണ് അദ്ദേഹം ആ ആൻസറിലൂടെ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ പല വീഡിയോയിലും കണ്ടു, കോഴിമുട്ട പൊട്ടിച്ച് കലക്കിയിട്ട് ചാരവുമായി ചേർത്ത് അടീനിയത്തിന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെ അവിടെ കെടുക്കുന്ന സമയത്ത് ക്ഷുദ്രജീവികളൊക്കെ വന്നത് പിന്നെ മണ്ണ് ഇളക്കാനും അല്ലെങ്കിൽ നാശമാക്കാനൊക്കെ സാധ്യത ഉണ്ടെന്ന്. പിന്നെ ഈ ജൈവവളം ഇപ്പോൾ ഇതൊരു വളം രൂപത്തിലാണ് കൊടുക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഫംഗസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അഴുകൽ, ഒരു പൂപ്പൽ വരും, അല്ലെങ്കിൽ അത് അവിടെ ഒരു കൊഴുപ്പാണ്. അപ്പോൾ അവിടെ കിടന്ന് മണ്ണിൽ അതൊരു പൂപ്പലും ഫംഗസും അല്ലെങ്കിൽ അഴുകലൊക്കെ വരാനുള്ള സാധ്യത. പിന്നെ നിങ്ങളിപ്പോൾ ചാണകം പച്ച ചാണകം ഇട്ട് കഴിഞ്ഞാൽ അവിടെ അഴുകൽ കൂടുതൽ വരും, അപ്പോൾ ചെടി കേടാവും. പിന്നെ ചാണകപ്പൊടി കൂടുതലായിട്ട് ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, മാണവണ്ട് പോലത്തെ ഈ തണ്ടുതുരപ്പം പോലത്തെ പുഴുകളുടെ മുട്ട, അതിൽ ലാർവ അത് ഉണ്ടാവാൻ അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ട് അത് പെരുകാൻ സാധ്യതയുണ്ട്. പിന്നെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് സ്ഥിരമായി ഒഴിച്ചാൽ ചെടികൾക്ക് നല്ലതാണ്. പക്ഷെ അവിടെയും ഈ കൊഴുപ്പിൻ്റെ ഒരു പ്രശ്നം വരും, ഉറുമ്പിൻ്റെ ഒരു പ്രശ്നം വരും. ഇതൊക്കെ അതേപോലെ ഈ പിന്നെ ചായയുടെ ചണ്ടി, പഞ്ചസാരയോട് കൂടി പാലിൻ്റെ അംശത്തോടു കൂടിയുള്ള ചായയുടെ ചണ്ടി ഇതിൽ നേരിട്ടിട്ട് കൊടുത്തിട്ട് വെച്ചാൽ അവിടെ ക്ഷുദ്രജീവികളൊക്കെ വരാൻ, അത് അതിലെ മധുരത്തിനൊക്കെ തിന്നാൻ ഉറുമ്പ് പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട്, എലി വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫംഗസിനുള്ള സാധ്യത. അപ്പോൾ ഈ ജൈവവളങ്ങൾ ഇങ്ങനെ പിന്നെ അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ അടീനിയത്തിനൊക്കെ കേടുവരുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ചാണകപ്പൊടി കൊണ്ടിട്ടു, അതിൻ്റെ മേലെ മണ്ണും കുറച്ച് കൊണ്ടിട്ടു, ഈ ഗ്രബ്സ് എന്ന് പറയുന്ന പുഴുവിൻ്റെ പ്രാണികൾ വന്നിട്ട് അതിൽ മുട്ടടും, ഇതിൻ്റെ തണ്ടുതിരപ്പം ഉള്ളിൽ കയറും, കോഡക്സ് മുഴുവൻ തിന്നും. അതുകൊണ്ടാണ് അടീനിയം കൂടുതലും എക്സ്പേർട്ടുകൾ അടീനിയത്തിൽ ഈ എന്താ പറയുക ജൈവവളങ്ങൾ സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അറിഞ്ഞുപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഇപ്പോൾ ചാണകപ്പൊടി അടീനിയത്തിന് മിക്സ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് ഞാൻ പറയുന്നത് ചാണകപ്പൊടി ഉപയോഗിക്കുന്നതിന് പകരം മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ പറയും, ട്രൈക്കോഡർമ ചേർത്തത്. അതിന് ഗുണം കൂടുതലുണ്ട്. പിന്നെ പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞ തോതിൽ. എല്ലുപൊടി ഉപയോഗിച്ചാൽ ഫംഗസും പൂപ്പൽ അവിടെ കാണാൻ കൂടുതലാണ്. അപ്പോൾ എല്ലുപൊടി വല്ല സോയിൽ മിക്സായിട്ട് തയ്യാറാക്കി, പോട്ടിംഗ് മിക്സ് പോലെ തയ്യാറാക്കി കുറച്ച് ദിവസം വെച്ച് അതിൽ ട്രൈക്കോഡർമയൊക്കെ ചേർത്ത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ചേർത്ത് അതിൽ അഴുകലും പൂപ്പലൊക്കെ വരാതിരുന്ന ഒരു കണ്ടീഷനായ സോയിലാണെങ്കിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ജൈവവളം ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ജൈവവളം സ്ഥിരമായി ചേർത്ത അടീനിയത്തിന് കേട് തന്നെയാണ്. ആ അടിയിൽ നിൽക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ ആ ജൈവവളത്തിൻ്റെ അംശം അവിടുന്ന് ചിലപ്പോൾ ബാക്കിയുള്ളത് അഴുകുകയൊക്കെ ചെയ്യുമ്പോൾ കോഡക്സിന് കേട് വരും. അതുകൊണ്ടാണ് അടീനിയത്തിന് ആരും ജൈവവളങ്ങൾ കൂടുതൽ സജസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അടീനിയത്തിന് ജൈവവളങ്ങൾ കൊടുക്കാം. അത് ആ കൊടുക്കുന്ന രീതി വ്യക്തമായി പറഞ്ഞിട്ട് ഒരു തവണ നമ്മൾ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വളത്തിൻ്റെ രീതി ഒന്ന് മാറ്റുകയാണ്.
പിന്നെയും ജൈവവളം കൊടുക്കാം, രാസവളം മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷെ കൊടുക്കുന്ന രീതി കൃത്യമായി മനസ്സിലാക്കാതെ തെറ്റായ രീതിയിൽ ഒരാൾ കുറേ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ആ അടീനിയത്തിൻ്റെ കോഡക്സ് കെടുന്നു പോകും. അപ്പോഴാണ് ലിക്വിഡ് ഫെർട്ടിലൈസറുകളുടെ ആപ്ലിക്കേഷൻ. ലിക്വിഡ് ഫെർട്ടിലൈസർ ഇപ്പോൾ വേറൊരാൾ എന്നോട് സജഷൻ ചോദിച്ചു, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് നല്ലോണം ഇതിൻ്റെ ഇലയമ തളിച്ച് നല്ല പൂ ഉണ്ടാവുണ്ടല്ലോ എന്ന്. ശരിയാണ്, പൂ ഉണ്ടാവും. കടലപ്പിണ്ണാക്ക് നല്ല നൈട്രജൻ റിച്ച് സാധനമാണ്, മറ്റു മൂലകങ്ങളുണ്ട്. അത് ഇലയമ സ്പ്രേ ചെയ്ത് കൊടുത്താൽ, രാവിലെ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ധാരാളം വലിച്ചെടുത്ത് പൂ ഉണ്ടാവും. ഇവിടെ തെറ്റ് സംഭവിക്കുന്നത് ഈ കടലപ്പിണ്ണാക്ക് പോലത്തെ ജൈവവളങ്ങൾ അടീനിയത്തിന് കൊടുക്കുമ്പോൾ ഇലയമ സ്പ്രേ ചെയ്യുമ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ്. ഈ വൈകുന്നേര സമയത്ത് ചെടിയുമേ സ്പ്രേ ചെയ്യുമ്പോൾ ചെടി കൂടുതൽ ഇത് വലിച്ചെടുക്കുകയില്ല. ഈ കൊഴുപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഉറുമ്പിനെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പൂപ്പലിനെ വരുത്താൻ സാധ്യതയുള്ള ഈ ജൈവ വളങ്ങളുടെ ലിക്വിഡുകൾ ഇലയമ തങ്ങി നിൽക്കുമ്പോൾ അത് വൈകുന്നേരമാണ് നിങ്ങൾ അടിച്ചതെങ്കിൽ ആ കടലപ്പിണ്ണാക്കിൻ്റെ കൊഴുപ്പ് അവിടെ നിന്നിട്ട് രാത്രിയാകുമ്പോഴേക്കും ഫംഗൽ കയറും, ഇലയ്ക്ക് പൂപ്പൽ വരും, തണ്ടിൻ്റെ അറ്റം ഇതിൻ്റെ മുകുളങ്ങൾ ഫംഗസ് വന്നിട്ട് കേടുവന്നു പോകും. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത് അപ്ലിക്കേഷൻ എന്നാൽ ഇതേ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം നല്ലോണം ഡയലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് രാവിലെ സമയത്ത് തളിച്ചോളൂ. ഒരു 7 മണി 9 മണിയുടെ ഉള്ളിൽ തളിച്ചോളൂ. ആ ചെടി അതും പൂർണ്ണമായും വലിച്ചെടുക്കും. ബാക്കി അവിടെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യപ്രകാശത്തിൽ ആവിയായിട്ട് അല്ലെങ്കിൽ വറ്റിയിട്ട് ഉണങ്ങിയിട്ടും അത് പോവും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഈ ജൈവ സ്ലറികളോ മറ്റോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്ന പ്രശ്നം അത് അവിടെ തങ്ങി നിൽക്കും, അത് വേപ്പറായി പോകുന്നില്ല, ഫംഗസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഏത് വളവും കൃത്യമായി പ്രയോഗിക്കാൻ അറിഞ്ഞാൽ നമുക്ക് ഏത് കൃഷിയായാലും ഏത് ചെടിയായാലും മനോഹരമായിട്ട് അതിനെ വളർത്തിയെടുക്കാം. അപ്പോൾ ആ ഒരു ചോദ്യം, ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ ഇത്രയും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടീനിയത്തിൻ്റെ വളപ്രയോഗത്തെ പറഞ്ഞു. ഈ വളപ്രയോഗ രീതി, ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെ ഇത് ഗുണകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വെറുതെ വീഡിയോ കണ്ടുപോയാൽ പോരാ. കാരണം എന്താ അറിയോ, ഇത് തെറ്റാണ് എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നതെങ്കിൽ അതും കൂടി ആ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ സന്തോഷം, നിങ്ങളുടെ അടീനിയൊക്കെ നന്നായി പൂവിട്ട് നിറയട്ടെ. നമുക്ക് 2 ഘട്ടങ്ങളിലാക്കി ഈ പ്രാവശ്യം പൂവ് നിറഞ്ഞ് ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു.